ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബോളിംഗ് കോച്ച് ആരാക്കുമെന്നുള്ള ആകാംക്ഷയിലിരിക്കുന്ന ആരാധകർക്ക് ഇതാ മറുപടി എത്തിയിരിക്കുകയാണ്. ഗൗതം ഗംഭീർ കോച്ചായി ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ പരമ്പരയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ നടന്നത്. T20 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയെങ്കിലും ഏകദിനത്തിൽ തോൽക്കുകയായിരുന്നു. ഇനി ഇന്ത്യയുടെ അടുത്ത പരമ്പര ബംഗ്ലാദേശിനെതിരെയാണ്. 2 ടെസ്റ്റും 3 T20കളും. ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മോർനെ മോർക്കലിനെയാണ്. ഗൗതം ഗംഭീർ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഹെഡ് കോച്ചായിരുന്ന സമയത്ത് ബോളിംഗ് കോച്ചായിരുന്നു മോർനെ മോർക്കൽ. ആ ബന്ധമാവാം താരത്തിന് ഇന്ത്യൻ ബോളിംഗ് കോച്ചായി അവസരം ലഭിച്ചത്. സൗത്ത് ആഫ്രിക്കയുടെ റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ് മോർനെ മോർക്കൽ. 2006 മുതൽ 2018 കാലഘട്ടങ്ങളിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഫാസ്റ്റ് ബോളറാണ് മോർനെ മോർക്കൽ. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയുള്ള തന്റെ കരിയറിൽ 500-ലധികം വിക്കറ്റുകൾ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ബോളിംഗ് കോച്ചായും പാകിസ്ഥാൻ നാഷണൽ ക്രിക്കറ്റിന്റെ ബോളിംഗ് കോച്ചായും താരം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സീരീസിൽ താരം ടീമിനൊപ്പം ചേരും. സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇങ്ങനെയാണ്: ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചും റയാൻ ടെൻഡുൽക്കറും അഭിഷേക് നായരും ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോച്ചുമാണ്. മോർനെ മോർക്കൽ ഇന്ത്യയുടെ ബോളിംഗ് കോച്ചാവും. ടി ദിലീപ് ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ചാണ്. രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്ന സമയത്തും ടി ദിലീപ് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.